ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. മാർക്കറ്റ് ഇന്ന് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ഇന്നത്തെ മാർക്കറ്റ് ലോ എന്ന് പറയുന്നത് ഈ ഒരു സോണാണ്. ഞാൻ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ മാർക്കറ്റിൽ ഇത്തരത്തിൽ എൻ്റെ ലെവൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വരച്ച് വയ്ക്കും. എന്നിട്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ മാർക്കറ്റിൽ ട്രേഡ് എടുക്കുക. ഞാനിപ്പം എൻ്റെ ഇന്നത്തെ ലോ, അതുപോലെ ഹൈ, അതുപോലെ തന്നെ ഹൈ ലെവൽസ് എല്ലാം ഞാനിപ്പം ചാർട്ടിൽ ഡ്രോ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഞാൻ ട്രേഡ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ബേസിക് പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഒരു ലോങ് ട്രേഡ് തന്നെയാണ് ഞാൻ നോക്കുന്നത്. ഇപ്പം പ്രൈസ് നിൽക്കുന്ന ഈ ഒരു സോണിൽ നിന്ന് താഴത്തോട്ട് ഒരു പ്രോപ്പർ കറക്ഷൻ തന്നതിന് ശേഷം ആയിരിക്കും ഞാൻ മാർക്കറ്റിലൊരു അപ്സൈഡ് ട്രേഡ് കൺസിഡർ ചെയ്യാം. ഈ ഒരു സോണ് ഏകദേശം ഈ ഒരു റേഞ്ചിൽ വെച്ചിട്ടായിരിക്കാം ഞാൻ ട്രേഡ് എടുക്കാൻ സാധ്യത കൂടുതലുള്ളത്. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ അതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഫൈനലി ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് കറക്ഷൻ തന്നിട്ടുണ്ട്. എൻ്റെ ട്രേഡ് എൻട്രി ട്രിഗർ ആവുന്ന സോണിലാണ് ഇപ്പോൾ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഞാനവിടെ ഒരു ലൈൻ ഡ്രോ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് പ്രീവിയസ് ഡേ ഹൈ ലെവലാണ്. ആ ഒരു ലെവലിൻ്റെ താഴത്ത് എവിടെ വെച്ചിട്ട് വേണമെങ്കിലും ക്യാൻഡിൽസ് വൈസ് ഞാനൊരു ട്രേഡ് കൺസിഡർ ചെയ്യാൻ വളരെ പോസിബിലിറ്റി കൂടുതലാണ്. ഞാനൊരു പ്രോപ്പർ കൺഫർമേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ട്രേഡ് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ എൻ്റെ ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ ഫുള്ളായ സമയത്താണ് ഞാൻ ട്രേഡ് എടുത്തത്. ഈ ഒരു ഹൈ ലെവലാണ് എൻ്റെ ടാർഗറ്റ്. ഈ ക്യാൻഡിലിന് തൊട്ട് താഴത്തായിട്ടാണ് ഞാൻ എൻ്റെ എസ്സിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു ഡീസൻറ്റ് റിസ്ക് റിവാർഡ് ട്രേഡ് തന്നെയാണത്. വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ എൻ്റെ അനാലിസിസ് വർക്കാവുമോ, ഞാൻ ഉദ്ദേശിച്ച ടാർഗറ്റ് റീച്ച് ആവുമോ എന്നുള്ളത് നോക്കാം. ഞാൻ എൻ്റെ പൊസിഷൻ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തു. ഇന്നത്തെ ട്രേഡ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.